കഴിഞ്ഞ ക്ലാസ്സിൽ സമാഗമന കൂടാരത്തിന്റെ ബാഹ്യ വിവരണങ്ങളെ കുറിച്ചാണ് നമുക്ക് അവസാനമായി പഠിക്കുവാനായിട്ട് ദൈവം ഇടയാക്കിയത്. ഞാൻ ആ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇന്ന് സമാഗമന കൂടാരം പുതിയ നിയമ സത്യങ്ങൾക്ക് നിഴലാണ് എന്നാണ് നാം പ്രാരംഭത്തിൽ ചിന്തിക്കാൻ പോകുന്നത്. ഹെഡിങ് ഇങ്ങനെയാണ് എഴുതേണ്ടത്: സമാഗമന കൂടാരം പുതിയ നിയമ സത്യങ്ങൾക്ക് നിഴലാകുന്നു. അതിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന പഠനമാണ് ഇന്ന് പ്രാരംഭത്തിൽ നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. പ്രാരംഭമായി 1-2 വാക്യങ്ങൾ നിങ്ങൾ എഴുതിക്കൊള്ളണം. ഈ വാക്യങ്ങളെല്ലാം അതാത് സമയത്ത് വായിച്ച് പഠിപ്പിക്കേണ്ടതാണ്. എന്നാൽ നമുക്ക് സമയം വളരെ മുൻപോട്ട് പോകുന്നത് കൊണ്ട് വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് കൊള്ളണം. മാത്രമല്ല, തീർച്ചയായും ഈ വേദഭാഗങ്ങൾ നിങ്ങൾ വായിച്ചിരിക്കേണ്ടതും ആവശ്യമാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 9-ാം വാക്യവും 10-ാം അധ്യായം 1-ാം വാക്യവും ഈ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾക്ക് തെളിവാണ്. 10-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. അവിടെ ഈ പറയപ്പെട്ടതായിരിക്കുന്ന കാര്യം പ്രസ്താവിച്ചിട്ടുണ്ട്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമില്ലായ്മ കൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. മതി. താങ്ക് യു. ന്യായപ്രമാണം അഥവാ പഴയ നിയമത്തിലെ കാര്യങ്ങൾ വരുവാനുള്ളതായിരിക്കുന്ന നന്മകളുടെ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിന്റെ നിഴലാണ് എന്നാണ് നാം ആ വായിച്ചതായിരിക്കുന്ന വാക്യത്തിന്റെ അർത്ഥം. അതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അപ്പൊ പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാകയാൽ സമാഗമന കൂടാരവും പുതിയ നിയമത്തിലെ പല കാര്യങ്ങൾക്ക് നിഴലാണ് എന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഒന്നാമതായിട്ടുള്ള കാര്യം, കൂടാരം, അതായത് സമാഗമന കൂടാരം യേശു ക്രിസ്തുവാണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. സമാഗമന കൂടാരം ഏതിന് നിഴലാണ്? യേശു ക്രിസ്തുവിന് നിഴലാണ്. അത് എങ്ങനെ നിഴലാണെന്ന് പറയാൻ പോവുകയാണ്. നമ്മള് നേരത്തെ ചിന്തിച്ചു, ദൈവജനമാകുന്ന ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടാരത്തിൽ താമസിച്ചത് കൊണ്ട് ദൈവവും തീരുമാനിച്ചു, എന്ത്? അവരുടെ മധ്യത്തിൽ ഞാനും ഒരു കൂടാരത്തിൽ വസിക്കും. അതാണ് സമാഗമന കൂടാരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സമാഗമന കൂടാരത്തിലാണ് ദൈവം എഴുന്നള്ളി വസിപ്പാനിടയായത്. ആ ഒരു ചിന്ത വെച്ചുകൊണ്ട് പുതിയ നിയമഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സകല സമ്പൂർണതയും യേശുക്രിസ്തുവിൽ എന്ത് ചെയ്തു? ദേഹരൂപമായി വസിച്ചു. പറഞ്ഞ മനസ്സിലായോ? കൂടാരത്തിൽ യഹോവയായിരിക്കുന്ന ദൈവം എഴുന്നള്ളി വസിച്ചതുപോലെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്ന വാക്യങ്ങൾ നോട്ട് ചെയ്തോണം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യം. കൊലോസ്യർ 1:19-20. എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം.
ഹീബ്രു ചാപ്റ്റർ 1:3, 1:3. ഈ വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ ആരിലാണ് വസിച്ചത്? യേശുക്രിസ്തുവിലാണ് വസിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം അവിടെ ശരിയായി. പഴയ നിയമകാലത്ത് കൂടാരത്തിലെ യഹോവയായ ദൈവം ഇറങ്ങി വസിച്ചതുപോലെ പുതിയ നിയമ ദൈവത്തിന്റെ സകല സമ്പൂർണതയും യേശുക്രിസ്തുവിൽ എന്ത് ചെയ്തു? ദേഹരൂപമായി വസിക്കാനിടയായി. ആ യേശുവാണ് ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുവാനായിട്ടിടയായത്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, ലോഗോസ് എന്ന് പറഞ്ഞാൽ വചനം. ലോഗോസ് ജഡമായി തീർന്നതാണ് കൃപയും സത്യവും നിറഞ്ഞവനായിരിക്കുന്ന യേശു. ഈ പറയപ്പെട്ട വാക്യങ്ങളിലൂടെ നോട്ട് ചെയ്തോണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യവും ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 28-ാം വാക്യവും. അപ്പൊ പറഞ്ഞതിന്റെ സാരാംശം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ സമാഗമന കൂടാരം പുതിയ നിയമത്തിൽ ആർക്ക് നിഴലാണ്? യേശുക്രിസ്തുവിന് നിഴലാണ്. അതിന്റെ വിവരണമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. രണ്ടാമതായിട്ട് ചിന്തിക്കാൻ പോകുന്നത്, സമാഗമന കൂടാരം പുതിയ നിയമസഭയ്ക്ക് നിഴലാണ്. സമാഗമന കൂടാരം പുതിയ നിയമസഭയ്ക്ക് നിഴലാണ്. അതിന്റെ തെളിവ് പറയാൻ പോവുക, അതിന്റെ വിശദീകരണം പറയാൻ പോവുക. ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ദൈവസഭയ്ക്ക് കൂടാരം നിഴലായി തരുവാൻ കാരണം? നമ്മള് നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, പഴയ നിയമകാലത്ത് മനുഷ്യന്റെ കൈപ്പണിയായ ആലയങ്ങളിൽ ദൈവം എന്ത് ചെയ്തു? ഇറങ്ങി വസിച്ചു. എന്നാൽ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ മാറ്റി. അപ്പോസ്തല പ്രവൃത്തി 7:48, 17:24. അപ്പോസ്തല പ്രവൃത്തി 7:48-ഉം 17:24 നാം വായിച്ചാൽ, പുതിയ നിയമകാലത്ത് ദൈവം എന്ത് ചെയ്യുന്നില്ല? മനുഷ്യന്റെ കൈപ്പണിയായ ആലയത്തിൽ വാസം ചെയ്യുന്നില്ല. എന്നാൽ എവിടെയാണ് ദൈവം വസിക്കുന്നത്? പുതിയ നിയമത്തിൽ ദൈവം വസിക്കുന്നത് എവിടെയാണ്? 1 തിമോഥെയോസ് 3:15. ഞാൻ ഈ പറയുന്ന വാക്യങ്ങളൊന്നും വിട്ടുകളയരുത്. ആ വാക്യങ്ങളില്ല എങ്കിൽ നമുക്ക് ആ ഭാഗം തെളിയിക്കുവാൻ സാധിക്കത്തില്ല. പുതിയ നിയമത്തിൽ ദൈവമായിരിക്കുന്ന കർത്താവ് വാസം ചെയ്യുന്നത് എവിടെയാണ്? ജീവനുള്ള ദൈവത്തിന്റെ ആലയമായ സഭയിലാണ് വസിക്കുന്നത്. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൽ ദൈവം വസിച്ചതിന് പകരം പുതിയ നിയമത്തിൽ ദൈവം വസിക്കുന്നത് കൈപ്പണിയായ ആലയങ്ങളിലല്ല. പ്രത്യുത പിന്നെ ദൈവത്തിന്റെ ജീവനുള്ള ദൈവസഭയാം ആലയത്തിലാണ് ദൈവം വസിക്കുന്നത്. അതിന്റെ വാക്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സഭയെക്കുറിച്ച് വെളിപ്പാട് ലഭിച്ചതായിരിക്കുന്ന പൗലോസിന്റെ ലേഖനങ്ങൾ നാം വായിച്ചാൽ, എഫേസ്യ ലേഖനം 2:20 വാക്യം തൊട്ട് വായിച്ചാൽ കാണാൻ കഴിയും, പുതിയ നിയമസഭയാകുന്ന കെട്ടിടത്തിന്റെ മൂലക്കല്ല് ആരാണ്? യേശുക്രിസ്തുവാണ്. മാത്രമല്ല, പഴയ നിയമത്തിൽ യഹൂദന്മാരെ കുറിച്ച് പറയുമ്പോൾ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞതായ കല്ലായ യേശു പുതിയ നിയമത്തിൽ ദൈവസഭയാകുന്ന കെട്ടിടത്തിന്റെ മൂലക്കല്ലായി തീർന്നു. 118-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ അത് കാണാനായിട്ട് കഴിയും. അപ്പോൾ പുതിയ നിയമ സഭയാകുന്ന കെട്ടിടത്തിന്റെ മൂലക്കല്ല് ക്രിസ്തു ആണെങ്കിൽ, വീണ്ടും എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20 തൊട്ടുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാന കല്ലുകളാണ്. അങ്ങനെയാണ് പുതിയ നിയമത്തിൽ
ദൈവം സഭയെ പണിയുവാനായിട്ട് ഇടയായത്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷാ വേളയിൽ യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ നാം കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും, പെന്തക്കോസ്ത് നാളിൽ ദൈവം ഭൂമിയിൽ സഭയുടെ പണി ആരംഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ കൂടാരം പുതിയ നിയമത്തിലെ പുതിയ നിയമസഭയ്ക്ക് നിഴലാണ് എന്ന് നമുക്കവിടെ സമർത്ഥിക്കുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ കാര്യം, കൂടാരം പുതിയ നിയമത്തിലെ ഓരോ വിശ്വാസികൾക്കും സാദൃശ്യമാണ്, അല്ലെങ്കിൽ നിഴലാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. സമാഗമന കൂടാരം ഓരോ പുതിയ നിയമ വിശ്വാസിക്കും നിഴലാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. നമുക്കറിയാമല്ലോ, 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ മന്ദിരമാണ് ഓരോ വിശ്വാസികളും, അല്ലെ? ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു എന്ന് അവിടെ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കൂടാരത്തിന് എത്ര ഭാഗങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്? 3 ഭാഗങ്ങൾ. ഏതൊക്കെയാണ്? പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതുപോലെ ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ നാം ശ്രദ്ധിച്ചാൽ ഒരു വിശ്വാസിയിൽ 3 ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളത് പറയാറുണ്ട്, ദേഹം, ദേഹി, ആത്മാവ്. അത് എങ്ങനെ വന്നതാന്ന് എനിക്കറിയത്തില്ല ക്രമം. ആ വാക്യം ഒന്ന് വായിക്കാമോ? ശരിക്കും അതിന്റെ ക്രമം എങ്ങനെയാന്ന് നോക്കിക്കേ. 1 തെസ്സലോനിക്ക ലേഖനം 5:23 ഒന്ന് വായിച്ചേ. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്തമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. മതി. വേദോത്സവത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രമം എങ്ങനെയാ? ആത്മാവ്, പ്രാണൻ, ദേഹം. പക്ഷെ നമ്മള് എങ്ങനെയാ അത് വന്നെന്ന് അറിയത്തില്ല. നമ്മള് സാധാരണ എങ്ങനെ പറയുന്നത്? ദേഹം, ദേഹി, ആത്മാവ്. പക്ഷെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആത്മാവ്, പ്രാണൻ, ദേഹം. ഇനി ദേഹത്തോട് കൂടുതൽ സ്നേഹമുള്ളത് കൊണ്ടാണോ ആരാണ്ട് അങ്ങനെ പറഞ്ഞ് ഒപ്പിച്ചതെന്ന് എനിക്ക് അറിയാൻ വയ്യ. പക്ഷേ ദൈവവചനം പറയുന്നത് ആത്മാവ്, പ്രാണൻ, ദേഹം എന്നാണ്. അപ്പൊ ഈ വാക്യം വായിച്ചത് എന്തിനാ? സമാഗമന കൂടാരത്തിന് 3 ഭാഗങ്ങൾ ഉള്ളതുപോലെ ഓരോ വിശ്വാസിയിലും, ദൈവത്തിന്റെ മന്ദിരമായിരിക്കുന്ന ഓരോ വിശ്വാസിയിലും 3 ഘടകങ്ങളുണ്ട്. അതുപോലെ ആ ഭാഗം നാം ചിന്തിച്ചാൽ കൂടാരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്താണ് ആരിറങ്ങി വന്ന് വസിച്ചത്? ദൈവം. അങ്ങനെയെങ്കിൽ വിശ്വാസികളുടെ ഹൃദയത്തിൽ അഥവാ ആത്മാവിൽ ദൈവസിംഹാസനം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഇടത്ത് നമ്മുടെ ദൈവം ഓരോ വിശ്വാസിയിലും എന്ത് ചെയ്യുന്നുണ്ട്? വാസം ചെയ്യുന്നുണ്ട്. അതിനാൽ നമുക്ക് തെളിയിച്ച് പറയുവാൻ കഴിയും, സമാഗമന കൂടാരം ഓരോ വിശ്വാസികൾക്കും നിഴലാണ്. അതാണ് മൂന്നാമത്തെ വിഷയം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഇനി നാലാമത്തെ കാര്യം, സമാഗമന കൂടാരം സ്വർഗീയ കൂടാരത്തിന് സാദൃശ്യമാണ്, നിഴലാണ്. സമാഗമന കൂടാരം സ്വർഗീയ കൂടാരത്തിന്
നിഴലാണ്. അത് നമുക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഈ വാക്യങ്ങൾ ഒന്ന് എഴുതിക്കോണം കേട്ടോ, ഇപ്പൊ വായിക്കാൻ സമയമെടുക്കുന്നില്ല. എബ്രായ ലേഖനം 8-ാം അധ്യായം 5-ാം വാക്യവും 9-ാം വാക്യവും 23-ാം വാക്യവും 24-ാം വാക്യവും. എബ്രായർ 8-5, 9, 23, 24. എന്താ ഈ വാക്യങ്ങളിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നറിയാമോ? കൂടാരം, സ്വർഗീയ കൂടാരത്തിന് നിഴലാണ്. അത് നമുക്ക് എങ്ങനെ തെളിയിക്കാൻ കഴിയും? നമ്മള് ഈ പാളയത്തിന്റെ ക്രമം പഠിച്ചപ്പോൾ, സമാഗമന കൂടാരത്തിന് ചുറ്റിലുമായി ഇസ്രായേൽ മക്കൾ പാർത്തതായിരിക്കുന്ന പാളയത്തിന്റെ ക്രമം പഠിച്ചപ്പോൾ, വിധം പഠിച്ചപ്പോൾ നമ്മൾ പ്രത്യേക ഒരു കാര്യം ചിന്തിച്ചത് നിങ്ങളുടെ ഓർമ്മയിൽ കാണും. എന്തൊക്കെയാണ്? 4 കൊടിയടയാളങ്ങളുടെ കീഴിലാണ്, അല്ലെങ്കിൽ 4 കൊടിക്കീഴിലാണ് ഇസ്രായേൽ മക്കൾ 4 വശങ്ങളിലായി താമസിച്ചത്. ഓർമ്മയുണ്ടല്ലോ? കിഴക്ക്, ഇതൊക്കെ നിങ്ങളോട് ഇടയ്ക്ക് ചോദിക്കേണ്ടതാ, ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു പോകാം. കിഴക്ക് യഹൂദ ഗോത്രം, അതിന്റെ ചുറ്റിലുമായിട്ട് അവിടുത്തെ കൊടിയടയാളം ഏതാണ്? സിംഹത്തിന്റെ മുഖം. തെക്ക് വശത്ത് ഏത് കൊടിയടയാളമാണ്? മനുഷ്യന്റെ മുഖം. പടിഞ്ഞാറ് വശത്ത് കാളയുടെ മുഖം, വടക്ക് വശത്ത് കഴുകന്റെ മുഖം. അതിന്റെ പുതിയ നിയമാർത്ഥങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. 4 സുവിശേഷങ്ങളെ കുറിക്കുന്നു. യേശു ക്രിസ്തുവിനെ 4 ഔദ്യോഗികമായിരിക്കുന്ന നിലകളാണ് അതിൽ കൂടെ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്. അതെല്ലാം നമ്മൾ ചിന്തിച്ച കാര്യമാണ്. ആ ഓർമ്മ വെച്ചുകൊണ്ട് വേണം ഈ ഭാഗം ചിന്തിക്കാൻ. കാരണം വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ നാം വായിച്ചാൽ ദൈവസിംഹാസനത്തിന് ചുറ്റിലുമായി 4 ജീവികളെ നമുക്ക് കാണാൻ കഴിയും. ദൈവസിംഹാസനത്തിന് ചുറ്റിലുമായിട്ട് 4 ജീവികളെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ പറയുന്ന വാക്യം കൂടെ ശ്രദ്ധിക്കണം. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, യെഹെസ്കേൽ പ്രവാചകൻ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമ്പോൾ അവിടെയും സ്വർഗീയ സിംഹാസനത്തെ വഹിച്ചിരുന്ന 4 ജീവികളെ നമുക്ക് കാണാൻ കഴിയും. ആ 4 ജീവികളെ കുറിച്ചാണ് യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കാൻ ഞാൻ ഒരുമ്പെടുന്നില്ല. നിങ്ങൾ തീർച്ചയായും ഈ ക്ലാസ്സിന് ശേഷം സമയം കിട്ടുമ്പോൾ ഈ വാക്യങ്ങൾ വായിച്ചിരിക്കണം. ഈ പറയുന്ന കാര്യം എങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വർഗീയ സിംഹാസനത്തിന് ചുറ്റും കാണുന്നതായ 4 ജീവികളെ പോലെ തന്നെ യെഹെസ്കേൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമ്പോൾ സിംഹാസനത്തെ വഹിക്കുന്ന 4 ജീവികളെ അവിടെ നമുക്ക് കാണാൻ കഴിയും. അതേ രൂപത്തിലുള്ളതായിരിക്കുന്ന കൊടിയടയാളമായിരുന്നു ഇസ്രായേൽ മക്കൾ 4 കൂടാരത്തിന് 4 വശങ്ങളിലായി പാർത്തപ്പോൾ അവരുടെയും മധ്യ ഉണ്ടായിരുന്ന കൊടിയടയാളം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമർത്ഥിക്കുവാൻ കഴിയും, എന്ത്? സ്വർഗീയ സിംഹാസനത്തിന് അല്ലെങ്കിൽ സ്വർഗീയ കൂടാരത്തിന് നിഴലാണ് എന്ത്? സമാഗമന കൂടാരം. മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. അതിന്റെ ഒരു ആത്മീയ അർത്ഥം കൂടെ ഞാൻ ഓർപ്പിക്കാൻ കേട്ടോ. ഒരു ആത്മീയ അർത്ഥം ഈ 4 ജീവികളെ സംബന്ധിച്ച് പഠിച്ചാല് ഭിന്ന സ്വഭാവമുള്ള ജീവികളായത് അല്ലേ? കാളയുടെയും സിംഹത്തിന്റെയും സ്വഭാവം ഒന്നാണോ? മനുഷ്യന്റെ സ്വഭാവം അതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ 4 ദിക്കിലുള്ളതായിരിക്കുന്ന വ്യത്യസ്തരായിരിക്കുന്ന ആളുകളെ നമ്മുടെ കർത്താവ് സന്ദർശിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ അവരെ എന്ത് ചെയ്തിരിക്കുകയാണ്?
ഒന്നിച്ചു കൂട്ടിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ തന്നെ ഈ ഓൺലൈനിൽ ഇരിക്കുന്ന നമ്മളെ തന്നെ പരിശോധിച്ച നമ്മുടെ സ്വഭാവം വ്യത്യസ്തമായിരുന്നില്ലേ? വിശ്വാസത്തിലൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ സ്വഭാവം എന്തൊരു വ്യത്യസ്തമായ സ്വഭാവമായിരുന്നു അല്ലെ? ആ നമ്മെ ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ് നാം ദൈവസന്നിധിയിൽ വരുവാനായിട്ടിടയായത്. നമ്മുടെ സ്വഭാവങ്ങൾ നോക്കിയല്ല ദൈവം നമ്മെ വിളിച്ചത്. നമ്മെ കർത്താവ് സ്നേഹിച്ചിട്ട് ദൈവം നമ്മെ കൂട്ടിവരുത്തിയതാണ് എന്ന് ഒരു ആത്മീയ ചിന്ത ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിച്ച് മുൻപോട്ട് നീങ്ങുകയാണ്. അഞ്ചാമതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് സമാഗമന കൂടാരം സ്വർഗങ്ങൾക്ക് നിഴലാണ്. സമാഗമന കൂടാരം സ്വർഗങ്ങൾക്ക് നിഴലാണ്. സ്വർഗങ്ങൾ എബ്രായ ലേഖനം 4:14 വായിച്ചുകൊള്ളണം. പിന്നെ മതി. അപ്പോൾ വേദപണ്ഡിതന്മാര് ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സ്വർഗങ്ങളെ 3 തിരിച്ചാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? മേഘമണ്ഡലം, നക്ഷത്രമണ്ഡലം, സ്വർഗാതിസ്വർഗം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനായിരുന്നു എന്ന് 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനീ പറയുന്ന വാക്യങ്ങളും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് കൊള്ളണം. യെശയ്യാവ് 14:13 തൊട്ട് 15 വരെ. യെശയ്യാവ് 14:13 മുതൽ 15 വരെ. എഫെസ്യ ലേഖനം 4:10. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 27-ാം വാക്യം. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ സ്വർഗാതിസ്വർഗം, സ്വർഗങ്ങൾ എന്നൊക്കെ അവിടെ രേഖപ്പെടുത്തിയിരിക്കും, നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ സ്വർഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? മേഘമണ്ഡലം, നക്ഷത്രമണ്ഡലം, സ്വർഗാദി സ്വർഗം. അപ്പൊ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സമാഗമന കൂടാരം സ്വർഗങ്ങൾക്ക് നിഴലാണ് എന്നായി ചിന്തിക്കാൻ പോകുന്നത്. അത് എങ്ങനെ നമുക്ക് സമർത്ഥിക്കാം? നമുക്കറിയാം, ആണ്ടിലൊരിക്കൽ മഹാപാപപരിഹാര പെരുന്നാളിന്റെ ദിവസം ഇസ്രായേലിന്റെ മധ്യത്തിലുണ്ടായിരുന്ന മഹാപുരോഹിതൻ എന്ത് ചെയ്യും? പ്രാകാരം കടന്ന്, വിശുദ്ധ സ്ഥലവും കടന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് താൻ എന്ത് ചെയ്യും? കടന്നു പോകും. എന്തിനു വേണ്ടി? തന്റെയും ഇസ്രായേൽ ജനത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആട്ടുകൊറ്റന്റെ രക്തവും കരങ്ങളെടുത്ത് ഈസോപ്പ് തണ്ട് അതൊരു കയ്യിൽ പിടിച്ച് ഈ രക്തം തളിക്കേണ്ട ഇടങ്ങളിലെല്ലാം തളിച്ച് അദ്ദേഹം അതിപരിശുദ്ധ സ്ഥലത്ത് എന്ന് കൃപാസനത്തിന്റെ മേലും രക്തം തളിക്കുന്നതായി കാണാൻ കഴിയും. അവിടെ വലിയൊരു ആത്മീയ മർമ്മം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ മഹാപുരോഹിതൻ ഈ അതിപരിശുദ്ധ സ്ഥലത്ത് കയറുവാൻ തക്കവണ്ണം അവൻ യോഗ്യനല്ല എങ്കിൽ എന്ത് സംഭവിക്കും? യഹോവയായിരിക്കുന്ന ദൈവം ഇറങ്ങി വന്ന് വാസം ചെയ്യുന്ന അതിപരിശുദ്ധ സ്ഥലത്ത് കാല് ചവിട്ടുമ്പോൾ ഉടനെ മഹാപുരോഹിതൻ എന്ത് ചെയ്യും? മരിച്ചു വീഴും. അങ്ങനെ മരിച്ചു വീണാൽ മറ്റു സാധാരണ പുരോഹിതന്മാർക്കോ മറ്റ് ഇസ്രായേൽ ജനത്തിൽ ഒരുവനോ അതിപരിശുദ്ധ സ്ഥലത്ത് കയറാൻ പ്രവേശനം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് യഹൂദ ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പുരോഹിതന്റെ അരയിൽ കെട്ടിയിരിക്കുന്ന
ഒരു ചരട് അല്ലെങ്കിൽ ഒരു ചങ്ങല അതിങ്ങനെ വെളിയിലേക്ക് ഇട്ടിരിക്കും. എന്തിനാ? മരിച്ചു വീണാൽ മഹാപുരോഹിതനെ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം? വലിച്ചെടുക്കണം. മഹാപുരോഹിതൻ മരിച്ചിട്ടുണ്ടോ ജീവിച്ചിരിക്കുകയാണോ എന്നറിയാനായിട്ട് സാധിക്കും കേട്ടോ. എങ്ങനെയാ കഴിയുന്നത്? അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ അവിടെ ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ താൻ ധരിച്ചിരിക്കുന്ന നീളക്കുപ്പായത്തിന്റെ ഏറ്റവും അടിവശത്ത് നെയ്തു പിടിപ്പിച്ചിരിക്കുന്ന മണിനാക്കുകൾ ചലിച്ചുകൊണ്ടിരിക്കും. മരിച്ചില്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ മണിനാക്കുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് അത് കേൾക്കാം. അങ്ങനെ കേൾക്കുമ്പോൾ അവര് ചിന്തിക്കും, അവർക്ക് മനസ്സിലാകും, ഞങ്ങളുടെ മഹാപുരോഹിതൻ മരിച്ചിട്ടില്ല, അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരിച്ചു വീണാൽ ചലനമില്ലാത്തത് കൊണ്ട് മണിനാക്കുകൾ എന്ത് ചെയ്യത്തില്ല? ചലിക്കത്തില്ല. അപ്പൊ മണിനാക്കുകൾ ചലിച്ചില്ല എങ്കിൽ ഓർത്തുകൊള്ളണം, ഞങ്ങളുടെ മഹാപുരോഹിതൻ അവിടെ ചെന്ന് കയറിയ ഉടനെ എന്ത് ചെയ്തു? മരിച്ചു വീണു. ഇതൊരു വലിയ ആത്മീയ സത്യത്തെയാണ് വെളിപ്പെടുത്തുന്നത് കേട്ടോ. പുതിയ നിയമത്തിൽ ഒരു വലിയ ആത്മീയ സത്യത്തെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. എങ്ങനെയാണ്? എന്താണ് വെളിപ്പെടുത്തുന്നത് അറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് അരിമത്ഥ്യക്കാരനായിരിക്കുന്ന യോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം ദിവസം നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടിടയായി. അങ്ങനെ ഉയർത്തവനായിരിക്കുന്ന കർത്താവ് 40 ദിവസം കൂടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു. തന്റെ ശിഷ്യന്മാരിൽ പലർക്കും, അനേകർക്ക് ഒരുമിച്ചും നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് ദൈവവചനത്തിൽ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ 40 ദിവസം കഴിഞ്ഞ് ഒലിവുമലയിൽ നിന്ന് ശിഷ്യന്മാരുടെ മധ്യത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത്, ശ്രദ്ധിക്കുക, മേഘമണ്ഡലത്തെയും നക്ഷത്രമണ്ഡലത്തെയും താണ്ടി പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ പ്രാകാരവും വിശുദ്ധ സ്ഥലവും കടന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുന്നത് പോലെ തന്റെ രക്തം തന്റെ മക്കൾക്ക് വേണ്ടി ക്രൂശിൽ ഒഴുക്കി കളഞ്ഞ ശേഷം അവൻ അത് ശ്രീലാളിതനായി മരണത്തെ ജയിച്ച് 40-ാം ദിവസം യേശു എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുവാനായിട്ടിടയായി. ശ്രദ്ധിക്കണേ, നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ ചെന്ന പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇപ്പോൾ എന്ത് ഇരിക്കുകയാണ്. എന്തിനു വേണ്ടി? തന്റെ ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ. നമ്മുടെ യേശു അവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിനൊരു തെളിവ് കിട്ടി കേട്ടോ. എന്താണെന്നറിയാമോ? പിതാവിനോട് പരിശുദ്ധാത്മാവിനെ വാങ്ങി പെന്തക്കോസ്ത് നാളിൽ ഒരുമനപ്പെട്ട് സഹിയോൻ മാളിമുറിയിൽ കൂടിയിരുന്നതായ ആ ജനത്തിന്റെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്തു? അയച്ചു കൊടുക്കുവാനായിട്ടിടയായി. അങ്ങനെ പരിശുദ്ധാത്മാവ് വന്ന് വീട് മുഴുവനും നിറഞ്ഞു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? അവർ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു. സമാഗമന കൂടാരത്തിന്റെ 3-ാം ഭാഗമായിരിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ കടന്നുചെന്ന് ശുശ്രൂഷിക്കുമ്പോൾ നീളക്കുപ്പായത്തിന്റെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മണിനാക്കുകൾ ചലിച്ച് ശബ്ദമുണ്ടാക്കിയതുപോലെ, ആമേൻ, നമ്മുടെ കർത്താവ് മേഘമണ്ഡലവും നക്ഷത്രമണ്ഡലവും താണ്ടി സ്വർഗത്തിലേക്ക് ചെന്ന് അവിടെ പിതാവിന്റെ വലത്തു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനായിട്ടിരിക്കുന്ന കർത്താവ് താൻ വാഗ്ദത്തം ചെയ്തതുപോലെ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ വാങ്ങി തനിക്ക് വേണ്ടി കാത്തിരുന്നതായ തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി അവൻ അയച്ചു കൊടുത്തു.
പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് മണിനാക്കുകൾ ചലിച്ച് ശബ്ദമുണ്ടാക്കിയതുപോലെ ആ മാളിക മുറിയിൽ കൂടിയിരുന്ന എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ നാക്കുകൾ ചലിച്ചു, കൂടിയിരുന്നവരുടെ നാക്കുകൾ ചലിച്ചു. അവരിൽ നിന്ന് പുറപ്പെട്ട ശബ്ദം അന്യഭാഷ അടയാളമായിട്ടാണ് വെളിയിൽ വന്നത്. ഹല്ലേലൂയ! എത്രയോ വലിയ ആത്മീയ സത്യമാണ് നമുക്ക് അവിടെ ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സമാഗമന കൂടാരം സ്വർഗങ്ങൾക്ക് നിഴലാകുന്നു എന്നാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത്. അതൊരു വലിയ ഒരു ആത്മീയ മർമ്മമാണ് നമുക്കതിൽ കൂടെ ചിന്തിക്കാനായിട്ട് ഇന്ന് രാത്രി ഇടയാക്കിയത്. ഇനി ആറാമതായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത് അതിനേക്കാൾ വളരെ ഗഹനമായ മറ്റൊരു വിഷയമാണ്. സമാഗമന കൂടാരം 3 യുഗങ്ങൾക്ക് അഥവാ 3 കാലഘട്ടങ്ങൾക്ക് നിഴലാണ്. അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. സമാഗമന കൂടാരം 3 യുഗങ്ങൾക്ക് അഥവാ 3 കാലഘട്ടങ്ങൾക്ക് സാദൃശ്യമാണ്. യുഗങ്ങളെ കുറിച്ച് നമുക്കറിയാമായിരിക്കും അല്ലെ? നിഷ്കന്മഷയുഗം, മനസ്സാക്ഷിയുഗം, മാനുഷിക ഭരണയുഗം, വാഗ്ദത്തയുഗം, ന്യായപ്രമാണയുഗം, കൃപായുഗം, സമ്പൂർണയുഗം. ഇങ്ങനെ പല യുഗങ്ങളായിട്ട് കാലഘട്ടങ്ങളെ വേദ പഠിതാക്കൾ തിരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സമാഗമന കൂടാരം 3 യുഗങ്ങൾക്ക് അഥവാ 3 കാലഘട്ടങ്ങൾക്ക് നിഴലാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ് കേട്ടോ. സമാഗമന കൂടാരത്തിന് 3 ഭാഗങ്ങൾ ഞാൻ ഓർപ്പിച്ചല്ലോ. 1 പ്രാകാരം, 2 വിശുദ്ധ സ്ഥലം, 3 അതിവിശുദ്ധ സ്ഥലം. ആ ഒരു കാര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഭാഗം പോകുന്നത്. ഒന്നാമത് ആ ഒരു പോയിന്റിന്റെ ഒന്നാമത്തെ പിരിവ്, ഒന്നാമത്തെ കാര്യം, പ്രാകാരം ന്യായപ്രമാണ യുഗത്തിന് നിഴലാണ്. 3 യുഗങ്ങൾക്ക് നിഴലാണെന്നാ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രാകാരം എന്ന സൈഡ് ഹെഡിങ് എഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ എന്താ എഴുതേണ്ടത്? പ്രാകാരം ന്യായപ്രമാണ യുഗത്തിന് നിഴലാണ് എന്നെഴുതണം. ഈ പ്രാകാരത്തിൽ വെച്ചിരിക്കുന്ന ഉപകരണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ. പ്രാകാരത്തിൽ 2 ഉപകരണങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഏതൊക്കെയാ? ഒന്ന് യാഗപീഠവും മറ്റൊന്ന് താമരത്തൊട്ടിയും. അതാണ് പ്രാകാരത്തിൽ വെച്ചിരിക്കുന്നതായ 2 ഉപകരണങ്ങൾ. ആ പ്രാകാരത്തിലേക്ക് നാം ശ്രദ്ധിച്ചാൽ എപ്പോഴും അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? യാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇസ്രായേൽ മക്കൾ കൊണ്ടുവരുന്നതായിരിക്കുന്ന യാഗമൃഗങ്ങളെ അവിടെ കൊന്ന് തൊലിയുരിച്ച് കളയേണ്ട ഭാഗങ്ങളെല്ലാം കളഞ്ഞ് ഖണ്ഡം ഖണ്ഡമായി മുറുക്കി യാഗപീഠത്തിന്മേൽ കത്തിച്ചിരിക്കുന്ന തീമേൽ വെച്ച് അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? യാഗം നടന്നുകൊണ്ടിരിക്കുക അവിടെ. അതിനെക്കുറിച്ചൊക്കെ 118 സംഗീതത്തിലൊക്കെ വായിക്കുന്നുണ്ട്. പീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കെട്ടണം അല്ലേ? ചേർത്ത് കെട്ടണം കേട്ടോ. യാഗപീഠത്തിന്റെ കൊമ്പിൽ കൊണ്ടുവന്ന് യാഗപശുവിനെ ചേർത്താ കെട്ടേണ്ടത്. ഇപ്പൊ ഒരു 10 മീറ്റർ കയറിന്റെ അറ്റത്താണ് യാഗപശുവിനെ കെട്ടിക്കൊണ്ട് വന്നതെങ്കിൽ ആ കയറ് മടക്കി പിടിച്ചുകൊണ്ട് വന്നെന്നിരിക്കട്ടെ, ഏറ്റവും അതിന്റെ അറ്റം കൊണ്ടാണ് യാഗപീഠത്തെ കെട്ടിയ ഈ
പശുവിന് അറിയാവോ ഇത് സമാഗമന കൂടാരമാണ്, ഇതിന് 3 ഭാഗമുണ്ട്, അതിന് ഇന്ന ഉപകരണങ്ങളുണ്ട്, ഇത് ഇസ്രായേലിന്റെ ആരാധന സ്ഥലമാണ്, അതിപരിശുദ്ധ സ്ഥലത്താണ് യഹോവ വാസം ചെയ്യും. ഇതുവെല്ലാം അറിവില്ലാത്ത ഈ പശുവിന് അറിയാവും. ഇങ്ങനെ ചേർത്ത് കെട്ടിയില്ലെങ്കിൽ പശു നേരെ പ്രാകാരവും കടന്ന് വിശുദ്ധ സ്ഥലത്ത് കയറി ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ ചെല്ലുന്ന അതിപരിശുദ്ധ സ്ഥലത്ത് നിമിഷത്തിനകം ചെല്ലും എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ അറിവില്ലാത്ത പശുവിന് കയറിപ്പോകേണ്ട സ്ഥലമൊന്നും അല്ലത്. അല്ലെങ്കിൽ നേരെ പശു പ്രാകാരത്തിന്റെ വാതിൽ കൂടി ഇറങ്ങി അവിടെ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് തിന്നാൻ പോകും. അപ്പം പശുവിനെ കൊണ്ടുവന്ന് കെട്ടുമ്പോൾ എങ്ങനെ കെട്ടിക്കോണം? ചേർത്ത് കെട്ടിക്കോണം, അതാ നല്ലത്. അവിടെ തന്നെ ചേർന്ന് നിൽക്കണം. പോട്ടെ, ഞാൻ അതിന്റെ ബാക്കി കാര്യം പറയാൻ പോവുകയാണ്. അപ്പൊ പ്രാകാരത്തിൽ എപ്പോഴും നാം ശ്രദ്ധിച്ചാൽ മൂർച്ചയേറിയ ആയുധങ്ങൾ കാണാം. ആ യാഗമൃഗത്തെ കൊന്നതിന്റെ രക്തം തളം കെട്ടി കിടക്കുന്നത് കാണാം. അവിടെ തീയുണ്ട്, പുകയുണ്ട്, ദയനീയമായി കരയുന്നതായ യാഗമൃഗത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. ഒരു ഭീകര അന്തരീക്ഷമാണ് എപ്പോഴും എവിടെ? ഈ പ്രാകാരത്തിൽ. അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണ കാലത്ത് ദൈവം കൊടുത്തതായിരിക്കുന്ന ആ യാഗങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നതെങ്കിൽ യാഗങ്ങളും വഴിപാടുകളും കഴുകലുകളും ഒക്കെ ന്യായപ്രമാണ യുഗത്തെയാണ് ഈ പ്രാകാരത്തിൽ സൂചന കാണുവാൻ കഴിയുന്നത്. മനസ്സിലായി കാണും എന്ന് കരുതും. അപ്പോൾ പ്രാകാരം ന്യായപ്രമാണ യുഗത്തെയാണ് കാണിക്കുന്നത്. അടുത്ത പോയിന്റ്, വിശുദ്ധ സ്ഥലം. സമാഗമന കൂടാരം 3 യുഗങ്ങൾക്ക് നിഴലാണെന്ന് നമ്മൾ പഠിക്കുക. ഒന്നാമത്തെ ഭാഗം പ്രാകാരം, അത് ന്യായപ്രമാണ യുഗത്തിന് സാദൃശ്യമാണെന്ന് നമ്മളിപ്പോ ചിന്തിച്ചു. അടുത്തത് സൈഡ് ഹെഡിങ് കേട്ടോ, വിശുദ്ധ സ്ഥലം. ABC എന്നൊക്കെ ഇട്ടോ. വിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലം കൃപായുഗത്തിന് നിഴലാണ്. കൃപായുഗത്തിന് നിഴലാണ്. അത് തെളിയിക്കുക. വിശുദ്ധ സ്ഥലത്ത് 3 ഉപകരണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 1 നിലവിളക്ക്, 2 കാഴ്ചയപ്പത്തിന്റെ മേശ, 3 ധൂപപീഠം. ഇതിന്റെ വലിയ ചാർട്ട് എന്റെ പക്കലുണ്ട്, പക്ഷെ നിങ്ങളെ കാണിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അതെല്ലാം കാണിച്ച് പഠിപ്പിക്കുകയായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ മനസ്സിലിരുന്നേനെ. അപ്പം വിശുദ്ധ സ്ഥലത്ത് 3 ഉപകരണങ്ങൾ. 1 നിലവിളക്ക്, 2 കാഴ്ചയപ്പത്തിന്റെ മേശ, 3 ധൂപപീഠം. അപ്പോൾ ഈ വിശുദ്ധ സ്ഥലം കൃപായുഗത്തിന് സാദൃശ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ കൃപായുഗത്തിലാണ് ദൈവസഭ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടത്. സഭായുഗമെന്നും വേണമെങ്കിൽ പറയാം, കൃപായുഗത്തിന് വേണമെങ്കിൽ സഭായുഗമെന്നും പറയാം കേട്ടോ. കാരണം കൃപാകാലഘട്ടങ്ങളിലാണ് ദൈവസഭ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ ഈ വിശുദ്ധ സ്ഥലം നാം ശ്രദ്ധിച്ചാൽ ദൈവസഭയുടെ ഒരു പകർപ്പ് അവിടെ കാണാൻ കഴിയും. ദൈവസഭ, സഭായുഗത്തിലുള്ള പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. എങ്ങനെയാണ് അതിനെ നമുക്ക് യോജിപ്പിക്കാൻ സാധിക്കുന്നത്? കൃപായുഗത്തിലെ ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നതായിരിക്കുന്ന ദൈവമക്കൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിലവിളക്ക് പോലെ ശോഭിക്കുന്നവരാണ്. അത്ര
സാദൃശ്യമാണ് അല്ലേ? അങ്ങനെ സാദൃശ്യപ്പെടുത്തി പറയാൻ എത്ര മനോഹരമാണ് അല്ലേ? മുമ്പേ ദൈവദാസൻ ദൈവജനത്തിൽ കൂടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ നിങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടു. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളതായ അനേക കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ കൃപായുഗത്തിലെ ദൈവസഭയ്ക്കകത്തുള്ളതായിരിക്കുന്ന ദൈവമക്കൾ നിലവിളക്ക് പോലെ ശോഭിക്കണം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട്. കേട്ടോ, അതാണ് നിലവിളക്ക് സൂചിപ്പിക്കുന്നത്. അപ്പൊ നിലവിളക്ക് കത്തണമെങ്കിൽ നമുക്കറിയാം അതിനകത്ത് എന്ത് വേണം? എണ്ണ വേണം. എണ്ണയില്ലാതെ കത്തുന്ന പരിപാടി ഓർക്കേ വേണ്ട. അപ്പൊ നിലവിളക്കിനകത്ത് എണ്ണ തീരുന്തോറും എണ്ണ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? എണ്ണ ഒഴിച്ചുകൊണ്ടേയിരിക്കണം. അതിന് നല്ല ചെളി പിടിക്കാത്ത തിരി വേണം. അവിടെയാണ് തീ കത്തുന്നത് അല്ലേ? അടുത്തത് കാഴ്ചയപ്പത്തിന്റെ മേശ അല്ലേ? അതെന്തിനെയാ സൂചിപ്പിക്കുന്നത്? കർത്താവിന്റെ തിരുമേശയെ സൂചിപ്പിക്കുകയാണ്. ദൈവമക്കൾ സഭയിൽ അനുഷ്ഠിക്കുന്നതായിരിക്കുന്ന കർത്തൃമേശയെ കുറിക്കുന്നതാണ് ഏത്? ഈ കാഴ്ചയപ്പത്തിന്റെ മേശ. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ വിഷയം ഞാനിങ്ങനെ തൊട്ടു പോവുകയാണ്. അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അപ്പം നിലവിളക്ക് പോലെ ദൈവമക്കൾ സഭയിൽ എന്ത് ചെയ്യണം? കത്തി ശോഭിക്കണം, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് പ്രകാശിക്കണം. പിന്നെ എല്ലാവരും കർത്തൃമേശയിൽ സംബന്ധിക്കുന്നവരായിരിക്കണം. അതാണ് കാഴ്ചയപ്പത്തിന്റെ മേശ സൂചിപ്പിക്കുന്നത്. അടുത്തതോ ധൂപപീഠം പ്രാർത്ഥനയെയും സ്തോത്രത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. സുഗന്ധ ധൂപം അർപ്പിക്കുന്ന ഇടമാണ് ധൂപപീഠം. അത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർന്നു ചെല്ലുന്ന സ്തുതി സ്തോത്രത്തെയും പ്രാർത്ഥനയുമാണ് ധൂപപീഠം സൂചിപ്പിക്കുന്നത്. അപ്പൊ വിശ്വാസികളെ കുറിക്കുന്ന ഏതാണ്ടൊരു കാര്യം നമുക്ക് പിടികിട്ടി. നിലവിളക്ക് കാണിക്കുന്നത് എന്താണ്? ദൈവമക്കൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് പ്രകാശിക്കുന്നവരായിരിക്കണം. കാഴ്ചയപ്പത്തിന്റെ മേശ സൂചിപ്പിക്കുന്നത് എന്താണ്? ദൈവത്തെ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ കർത്തൃമേശയിൽ സംബന്ധിക്കുന്നവരായിരിക്കണം. അടുത്തത് ധൂപപീഠം എന്ത് സൂചിപ്പിക്കുന്നറിയാമോ? ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ സ്തോത്രവും സ്തുതി അർപ്പിച്ച് ആരാധിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അത് ദൈവസന്നിധിയിലേക്ക് ഉയർന്നു ചെല്ലണം. അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിശുദ്ധ സ്ഥലം ഏത് കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു? ഏത് യുഗത്തെ സൂചിപ്പിക്കുന്നു? കൃപായുഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിലവിളക്കിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം കൂടെ പറഞ്ഞു വിട്ടേക്കാം. നിലവിളക്കിനകത്ത് ഒഴിക്കേണ്ട എണ്ണ ഏതാണെന്നറിയാമോ? ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. ഇതാര് കൊണ്ടുവരണം? ഇസ്രായേൽ മക്കളാ കൊണ്ടുവരണ്ടേ. പുരോഹിതന്മാർ എണ്ണ വാങ്ങിച്ച് എവിടെ ഒഴിക്കണം? വിളക്കിൽ ഒഴിക്കണം. എന്നിട്ട് വേണം കത്താൻ. അപ്പൊ ദൈവമക്കൾ കൂടാരത്തിൽ പാർക്കുമ്പോൾ തന്നെ ഒലിവുക അവരവിടെ വെച്ചാണ് ഇടിച്ച് അതെന്താക്കേണ്ടത്? തെളിച്ചെടുക്കേണ്ടത്. എന്നിട്ട് വേണം എങ്ങോട്ട് കൊണ്ടുവരാൻ? കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ. ഒലിവുകായും പൊതിഞ്ഞു കെട്ടി നമുക്ക് കൂടാരത്തിൽ പോയി ഇരുന്ന് ഇടിച്ചു തെളിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. വീട്ടിൽ നിന്ന് എണ്ണ ഇടിച്ചെടുത്ത് തെളിച്ചുകൊണ്ട് വരണം. അങ്ങനെയെങ്കിൽ മാത്രമേ അത് ശോഭിക്കത്തുള്ളൂ.
കത്തത്തുള്ളൂ. കർത്താവ് തന്നെ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന. നമ്മെ ആക്കിയിരിക്കുന്ന ദേശത്ത്, നമ്മെ ആക്കിയിരിക്കുന്ന ഭവനത്തിൽ, നമ്മെ ആക്കിയിരിക്കുന്ന ഔദ്യോഗിക സ്ഥാനത്ത് നമ്മെ ദൈവം വിളക്കായിട്ട് വെച്ചിരിക്കുക കേട്ടോ. ആ സ്ഥാനത്ത് നിന്ന് നമ്മൾ ശോഭിക്കണം. അനേകർ ഈ പ്രകാശത്തിലേക്ക് അടുത്തു വരുവാനായിട്ടത് കാരണമാകണം. അതുകൊണ്ട് വിളക്ക് കത്തിച്ചിട്ട് പറയുടെ കീഴിലോ, വിളക്ക് കത്തിച്ചിട്ട് അറയ്ക്കകത്തോ, പാത്രം കൊണ്ടോ ഒന്നും മൂടി വെക്കരുത്. നമ്മിൽ കത്തിയിരിക്കുന്ന വെളിച്ചം മറ്റുള്ളവരിലേക്ക് പ്രകാശിക്കുവാനിടയാകണം. ഇനി അടുത്തതായിട്ട് അതിപരിശുദ്ധ സ്ഥലം. രണ്ട് കാര്യം നമ്മൾ ചിന്തിച്ചത്. കൂടാരം 3 യുഗങ്ങൾക്ക് സാദൃശ്യമാണ് അല്ലെങ്കിൽ നിഴലാണ് എന്ന് പറഞ്ഞ ശേഷം 2 കാര്യം ചിന്തിച്ചു. ഒന്ന്, പ്രാകാരം ന്യായപ്രമാണ യുഗത്തിന് നിഴലാണ്. മറ്റൊന്ന്, വിശുദ്ധ സ്ഥലം പുതിയ നിയമ സഭയ്ക്ക് അല്ലെങ്കിൽ കൃപായുഗത്തിന് നിഴലാണ്. ഇനി അതിപരിശുദ്ധ സ്ഥലം അതൊരല്പ ഗൗരവമുള്ള കാര്യമാണ്. അതിപരിശുദ്ധ സ്ഥലം ഭാവി യുഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭാവി യുഗത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാവിയിൽ വെളിപ്പെടാനിരിക്കുന്ന പുതിയ യെരൂശലേമിനെയാണ് അതിപരിശുദ്ധ സ്ഥലം സൂചിപ്പിക്കുന്നത്. അപ്പോ അതിപരിശുദ്ധ സ്ഥലം പുതിയ യെരൂശലേമിന് നിഴലാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അത് എങ്ങനെയാണ് നിഴലാകുന്നതെന്ന് പഠിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതിനും ചില പിരിവുകളുണ്ട് കേട്ടോ. 1, 2, 3 ABCD ഇങ്ങനെയൊക്കെ ഇട്ടാൽ കുഴപ്പമില്ല. അതിപരിശുദ്ധ സ്ഥലം പുതിയ യെരൂശലേമിന് സാദൃശ്യമാണ്. എങ്ങനെ? ഒന്നാമത്തെ കാര്യം, അതിപരിശുദ്ധ സ്ഥലത്തിന്റെ അളവ്, നീളം, വീതി, ഉയരം തുല്യമായതുപോലെ എന്ന് പറഞ്ഞാൽ 10 മുഴം നീളം, 10 മുഴം വീതി, 10 മുഴം ഉയരം. അത് പിന്നീട് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ അതിപരിശുദ്ധ സ്ഥലത്തിന്റെ അളവ് തുല്യമാണ്. 10 മുഴം നീളം, 10 മുഴം വീതി, 10 മുഴം ഉയരം. അതുപോലെ പുതിയ യെരൂശലേമിന്റെ നീളവും വീതി ഉയരവും തുല്യമാണ്. വെളിപ്പാട് 21-ാം അധ്യായം 10-ാം വാക്യവും 16-ാം വാക്യവും. അതിപരിശുദ്ധ സ്ഥലത്തിന്റെ നീളം, വീതി, ഉയരം തുല്യമായതുപോലെ പുതിയ യെരൂശലേമിന്റെ അളവും തുല്യമാണ്. വെളിപ്പാട് 21-ാം അധ്യായം 10-16 വാക്യം. അടുത്ത കാര്യം പുതിയ യെരൂശലേമിന് നിഴലാണ് അതിപരിശുദ്ധ സ്ഥലം. രണ്ടാമത്തെ കാര്യം എങ്ങനെയാ തെളിയിക്കാൻ പോവുക? അതിപരിശുദ്ധ സ്ഥലത്ത് സൂര്യന്റെയോ വിളക്കിന്റെയോ വെളിച്ചം ആവശ്യമില്ല. എന്താ കാരണം? ദൈവത്തിന്റെ തേജസ് അവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ തേജസ് അവിടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പുതിയ യെരൂശലേമിലും സൂര്യന്റെയോ ചന്ദ്രന്റെയോ വെളിച്ചം ആവശ്യമില്ല. കുഞ്ഞാട് അതിന്റെ വിളക്കാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 23-ാം വാക്യവും 22-ാം അധ്യായം 5-ാം വാക്യവും. മനസ്സിലായല്ലോ? അപ്പൊ അതിപരിശുദ്ധ സ്ഥലത്ത് വെളിച്ചത്തിന്റെ ആവശ്യമില്ല, മറ്റ് ഭൗതിക വെളിച്ചത്തിന്റെ ആവശ്യമില്ല. വിളക്ക് കത്തിക്കുകയോ സൂര്യന്റെയോ വെളിച്ചം അവിടെ വേണ്ട. അവിടെ വെളിച്ചമുണ്ട്. അത് ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ഷെക്കൈന അവിടെ ഇറങ്ങി വസിക്കുകയും. അതുപോലെ പുതിയ യെരൂശലേമിലും സൂര്യചന്ദ്രന്മാരുടെ വെളിച്ചം ആവശ്യമില്ല. പിന്നെ അവിടുത്തെ വെളിച്ചം ആരാണ്? കുഞ്ഞാട്, വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു
പുതിയ യെരൂശലേമിന്റെ വിളക്കാണ്, പ്രകാശമാണ്. അതിന്റെ വാക്യങ്ങൾ ഞാൻ പറഞ്ഞു. അടുത്ത കാര്യം അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ തേജസ് വസിക്കുന്നതിനാൽ അവിടെ രാത്രിയില്ല. അതിപരിശുദ്ധ സ്ഥലത്ത് രാത്രിയില്ല, പകലും രാത്രിയല്ല. അവിടെ ദൈവത്തിന്റെ തേജസ് ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതുപോലെ പുതിയ യെരൂശലേമിലും രാത്രിയില്ല. വെളിപ്പാട് 21:25. അപ്പൊ നമ്മുടെ പ്രത്യാശ ഇന്ന് രാത്രി വർദ്ധിക്കണം കേട്ടോ. ഈ രാവും പകലും ഉള്ളതായിരിക്കുന്ന ഭൂമിയിൽ നിന്ന് നമ്മള് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടാൽ അവസാനം നമ്മൾ എവിടെ ചെല്ലും? പുതിയ യെരൂശലേമിൽ ചെല്ലും. അവിടുത്തെ കാര്യമാണ് നമ്മൾ ഇന്ന് രാത്രി ഇവിടെ പഠിക്കുന്നത്. അവിടെ രാത്രിയില്ല. കാരണം കുഞ്ഞാട് അവിടുത്തെ വിളക്കായതിനാൽ അവിടെ രാത്രിയില്ല. ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകുന്നു. ഒരു കാര്യം കൂടെ. അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ എന്ത് ചെയ്യും? രക്തവുമായിട്ടാണ് പ്രവേശിക്കുന്നത്, അല്ലേ? അതുപോലെ പുതിയ യെരൂശലേമിൽ പ്രവേശിക്കുന്നവരാരാണെന്നറിയാമോ? യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ മാത്രമാണ്. അല്ലാത്തവരാരും പുതിയ യെരൂശലേമിൽ പ്രവേശിക്കത്തില്ല. പഴയ നിയമത്തിൽ ആട്ടുകൊറ്റന്റെ രക്തവുമായിട്ട് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചതുപോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു 2000 പല വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് തന്റെ വിലയേറിയ രക്തം ഒഴുക്കിയതിനാൽ ആ രക്തത്താലാണ് നമുക്ക് എന്ത് ലഭിച്ചത്? വീണ്ടെടുപ്പ് ലഭിക്കുവാനായിട്ടിടയായത്. ഇന്ന് രാത്രി ക്ലാസ്സിൽ സംബന്ധിക്കുന്ന നമുക്ക് പറയുവാൻ കഴിയും, നമ്മൾ യേശുവിന്റെ രക്തത്താൽ ആരാണ്? വീണ്ടെടുക്കപ്പെട്ടവരാണ്. വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായിരിക്കുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലാണ്. ഇന്ന് രാത്രി അതുകൊണ്ട് നമുക്ക് പറയുവാൻ കഴിയും, ഞാൻ എന്റെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ യെരൂശലേമിൽ പ്രവേശിക്കുന്നവരെല്ലാവരും ആരാണെന്നറിയാമോ? മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ ആട്ടുകൊറ്റന്റെ രക്തവുമായി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചതുപോലെ നാം പുതിയ യെരൂശലേമിൽ പ്രവേശിക്കുന്നവരാണെങ്കിൽ നമ്മുടെ യോഗ്യതയാണ് പറഞ്ഞത്. നമ്മളെല്ലാവരും യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ്. ആ രക്തത്താലാണ് നമുക്ക് വീണ്ടെടുപ്പ് ലഭിക്കാനിടയായത്. ആ രക്തത്താലാണ് നമുക്ക് പാപമോചനം ലഭിച്ചത്. ആ രക്തത്താലാണ് നാം ദൈവമക്കളായി തീർന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. നമുക്ക് വേണ്ടി ഒരു പുതിയ യെരൂശലേമിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞേച്ചു പോയതായിരിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഒരു വീടിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കർത്താവ് വരാൻ താമസിക്കുന്നതെന്നറിയാമോ? ആ വീടിന്റെ പണി ഇതുവരെ തീർന്നിട്ടില്ലാത്തത് കൊണ്ടാണ്. 2024 വർഷങ്ങൾ ഇപ്പോൾ പിന്നിടുന്നല്ലോ പ്രിയപ്പെട്ടവരെ. ഇത്രയും വർഷങ്ങൾ കൊണ്ട് പണിത ഒരു കെട്ടിടം ഇന്ന് ഭൂമിയിൽ ഉണ്ടോ? ഇല്ല. ഇത്രമാത്രം വർഷങ്ങൾ കൊണ്ട് പണിയുന്നതായിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്, ഒരു പുതിയ യെരൂശലേമാണ് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നതെങ്കിൽ അതിന്റെ മനോഹാരിത എത്ര വിവരിച്ചാലും അത് പറഞ്ഞു തീർക്കുവാൻ കഴിയുന്നതല്ല കേട്ടോ.
ആമേൻ. രോഗമില്ലാത്ത, മരണമില്ലാത്ത, ദാഹമില്ലാത്ത, വിശപ്പില്ലാത്ത, രാത്രിയില്ലാത്ത, ആമേൻ, ആ ഒരു വീട്ടിലേക്കാണ് നമ്മുടെ കർത്താവ് നമ്മെ കൊണ്ടുപോകുവാനായിട്ടിരിക്കുന്നത്. അബ്രഹാം അത് വിശ്വാസത്താൽ കണ്ട വ്യക്തിയായിരുന്നു. അതെ, തന്റെ കൊച്ചുമക്കളായിരിക്കുന്ന യാക്കോബിനോടും യേശാവിനോടും കൂടെ കൂടാരത്തിൽ പാർത്തപ്പോൾ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായിരിക്കുന്ന ആ നഗരത്തിന് വേണ്ടി അബ്രഹാം മുതലുള്ള പിതാക്കന്മാർ കാത്തിരുന്നതാണെങ്കിൽ നമ്മുടെ പ്രത്യേക